കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഓരോ പുതിയ സൈനിക വരുമ്പോഴും നമ്മുടെ നിഖിലണ്ണയുടെ വകയൊരു തള്ളുണ്ട്. അതുകൂടാതെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലി സിംഗ്സിന്റെ ഒരു തള്ളുണ്ട്. ആ തള്ളുകളുടെ അർത്ഥവ്യാപ്തി എത്രമാത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഒരുപാട് കണ്ടതുകൊണ്ട് തൽക്കാലം അവരുടെ തള്ളിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. പകരം ഈ ഡുസാൻ ലിഗേറ്റർ എന്ന താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ പുള്ളി എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്തു, ബ്ലാസ്റ്റേഴ്സിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് ആള് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് കേൾക്കാം. പുള്ളി പറയുന്നത് എങ്ങനെയാണ്: എന്നോട് ഷെയർ ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ വിഷനെ കുറിച്ചും പ്രോജക്റ്റിനെ കുറിച്ചും ഒക്കെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ യുണീക് ഫുട്ബോൾ കൾച്ചർ ഇൻ കേരള ഒരു പക്ഷേ അണ്ണൻ ആസ്വദിക്കാൻ കഴിഞ്ഞേക്കും. എന്നിരുന്നാൽ പോലും ഈ അധികൃതർ പറഞ്ഞിട്ടുള്ള മറ്റേ സാധനം എന്ത് വിഷൻ, എന്ത് പ്രോജക്റ്റ്, ഇവരോട് പറയുന്ന വിഷനും പ്രോജക്റ്റും എന്തൊക്കെയാണെന്നത് വെറും തള്ളു മാത്രമായിരിക്കും. നമുക്കറിയാം ഇവരുടെ വിഷനും ഇവരുടെ പ്രോജക്റ്റും ഒക്കെ എന്താണെന്ന്. പുതിയ ചിപ്സ്, പുതിയ ശർക്കര വരട്ടി, പുതിയ സാനിറ്ററി നാപ്കിൻ കിറ്റുകൂടി ഇനി ഇറക്കും. ഇപ്പൊ എന്തൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത്? എന്തോ ടിഷ്യൂസ്, ഡൈനിങ് ടിഷ്യൂസ് ഉണ്ട്, ഗോലി സോഡയുണ്ട്, ഏത്തക്ക ചിപ്സ് ഉണ്ട്, പിന്നെ പുതിയ പെയിന്റ് വാട്ട ഇറക്കിയിട്ടുണ്ട്. വിഷനും പ്രോജക്റ്റും ഒക്കെ അതാണ് പുതിയ ചിപ്സും ഏത്തക്കൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെയാണ്. ഈ പാവം പ്ലേയേഴ്സിനെ ഇങ്ങനെ ഒരുപാട് വിഷനും പ്രോജക്റ്റൊക്കെ കാണിച്ചു കൊണ്ടുവരും. ആ വിഷനും പ്രോജക്റ്റ് ഒന്നും ഇവിടെ കാണത്തില്ല എന്നുള്ളത് വേറെ സത്യമാണ്. സ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഉണ്ടെന്നാണ് ഓരോ പരിശീലകർ വരുമ്പോഴും പറയുന്നത്. ഇവാൻ കൊമാനോവിച്ചും പറഞ്ഞിട്ടുള്ളത് വളരെ വലിയ ലോങ് ടൈം പ്ലാനുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഓരോന്ന് പറയും, അവസാനം ഇവന്മാർ പുതിയ ചിപ്സും സോഡയൊക്കെ ഇറക്കി. പ്രോജക്റ്റും വിഷനും ഒക്കെ ഇത് തന്നെയാണ്. കൂടുതൽ പാവം പ്രതീക്ഷിച്ചിട്ട് നിരാശനാവാതിരുന്നാൽ മതി. എന്തൊക്കെയോ വിഷനും പ്രോജക്റ്റൊക്കെ താരം ഉദ്ദേശിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും 1.5 വർഷത്തെ കോൺട്രാക്റ്റാണ് കൊടുത്തേക്കുന്നത്. സെറ്റായി കളിച്ച് നമുക്കൊരു കപ്പ് കിട്ടിയ സന്തോഷം, കിട്ടിയാൽ കൊള്ളാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ആള് അത്യാവശ്യം അഗ്രസീവ് മെന്റാലിറ്റി ഉള്ള പ്ലെയറാണ്. കുറെ കാളുകൾ വാങ്ങിച്ചു കൂട്ടിയാലും നല്ല അഗ്രസീവ് ഡിഫൻസീവ് പ്ലേ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാണാൻ സുഖം ഉണ്ടായിരിക്കും. പക്ഷേ വിഷൻ ആൻഡ് പ്രോജക്റ്റ്, എന്ത് വിഷൻ, എന്ത് പ്രോജക്റ്റ്. ചിപ്സ് വരും, ടിഷ്യൂ വരും, സോഡ വരും, എന്തെങ്കിലുമൊക്കെ വരും, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല.